ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ബീഡ്സ് വേണം, ഹെഡ് പിൻസ്, ഇയർ ഹുക്ക്, ജംപ് റിങ്സ്, ദെൻ കട്ടർ ആൻഡ് പ്ലെയർ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിന് ഹെഡ് പിൻ എടുക്കുക, അതിലോട്ട് ഒരു മുത്ത് കോർക്കുക. മുത്ത് കോർത്ത ശേഷം അതിന് ഹാഫ് കട്ട് ചെയ്ത് അതിൻ്റെ നീളം കുറയ്ക്കാം. അതിനുശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കിയ മുത്താണ് നമ്മൾ ഈ കമ്മൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു കമ്മലിന് ഇങ്ങനത്തെ 16 മുത്താണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ 4 ജംപ് റിങ്സും. അപ്പോൾ ഫസ്റ്റിൻ്റെ ജംപ് റിങ് എടുത്ത് അതൊന്ന് അകത്തിയ ശേഷം നമുക്ക് അതിൽ 2 മുത്ത് കോർക്കാം. ആദ്യത്തേൽ 2 മുത്താണ് കോർക്കുന്നത്. അതിനുശേഷം ഇതിൽ കൂടി തന്നെ നമ്മൾ ഒരു ജംപ് റിങ് കോർക്കും. അതായത് രണ്ടാമത്തെ ജംപ് റിങ് നമ്മളിതിൽ കോർക്കും. ഈ ഫസ്റ്റ് വൺ നമ്മൾ ക്ലോസ് ചെയ്ത ശേഷം രണ്ടാമത്തെ ജംപ് റിങ്ങിലാണ് നമ്മൾ നെക്സ്റ്റ് മുത്തുകൾ കോർക്കാൻ പോകുന്നത്. പിന്നെ ഈ ജംപ് റിങ് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അത് നല്ലൊരു റൗണ്ട് അതിൻ്റെ വട്ടം കുറയുന്നത് പോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വെച്ചത് നന്നായി ടൈറ്റ് ചെയ്യാം. ഇത് റൗണ്ട് കൂടുന്തോറും മുത്തുകൾക്ക് ഗ്യാപ്പ് വരും. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കാണുമ്പോൾ നല്ല ലൂസായിട്ട് ജംപ് റിങ് എല്ലാം കാണും. അപ്പോൾ കുറച്ച് വലിയ മുത്ത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിലും എല്ലാ മുത്തുകളും നല്ല ക്ലോസ് ആയിട്ട് ചേർന്നിരിക്കും. അല്ല ഈ കുഞ്ഞു മുത്ത് ഇതുപോലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജംപ് റിങ് കുറച്ച് വട്ടം കൂടിയ റിങ് ആണെങ്കിൽ അത് മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ വട്ടം കുറയ്ക്കുന്ന പോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ജംപ് റിങ് ആദ്യം കുറച്ച് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ റൗണ്ട് കുറച്ചാലും മതി. എങ്കിൽ ടൈറ്റ് ചെയ്യാൻ കിട്ടാത്തവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജംപ് റിങ്ങിൻ്റെ ഒരറ്റം കുറച്ച് കട്ട് ചെയ്ത ശേഷം അത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വട്ടം കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ജംപ് റിങ്ങിൽ ഈ മുത്ത് കോർക്കുമ്പോൾ 4 മുത്താണ് കോർക്കുന്നത്. അതിൽ 4 ഒരുമിച്ച് ഒരു സൈഡിൽ കോർക്കരുത്. 2 മുത്ത് ഒരു സൈഡിൽ കോർത്താൽ ബാക്കി 2 മുത്ത് അതിൻ്റെ മറ്റേ ഭാഗത്ത് കോർക്കാം. അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ ജംപ് റിങ് കൂടി കോർത്തിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ജംപ് റിങ് ക്ലോസ് ചെയ്യാം. രണ്ടാമത്തെ ജംപ് റിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. മൂന്നാമത്തെ ജംപ് റിങ്ങിലും 4 മുത്തുകൾ തന്നെയാണ് കോർക്കുന്നത്. ഇപ്പോൾ കോർത്ത പോലെ തന്നെ 2 ഒരു ഭാഗത്തും മറ്റേ 2 അടുത്ത ഭാഗത്തുമായിട്ട് കോർത്ത് നമ്മൾ 4ാമത്തെ ജംപ് റിങ് അതിൽ കോർത്തിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത്ര നേരം ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് 2 മുത്ത് കോർത്തു. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ജംപ് റിങ്ങിൽ നമ്മൾ 4 മുത്താണ് കോർക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്ന ജംപ് റിങ്ങിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ മുത്ത് കോർക്കുന്നത്. അതിൽ നമ്മൾ 6 മുത്ത് കോർക്കും. ഇതേപോലെ തന്നെ ഒരു സൈഡിൽ 3 മുത്തും അടുത്ത ഭാഗത്ത് 3 മുത്തുമായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഈ ജംപ് റിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഈ വട്ടക്കണ്ണിയാണ്. പിന്നെ ഫോർമലായിട്ട് പറയുമ്പോൾ ജംപ് റിങ് എന്ന് പറയും. ഞാൻ കടയിൽ പോയിട്ട് ജംപ് റിങ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ചേച്ചിക്ക് സംശയം എന്താ സാധനം എന്ന്. പിന്നെ ഞാൻ വട്ടക്കണ്ണി എന്ന് പറഞ്ഞപ്പോഴാണ് സാധനം കിട്ടിയത്. അപ്പോൾ നമ്മുടെ വട്ടക്കണ്ണിയാണ് ഈ ജംപ് റിങ്ങും. പറയുമ്പോൾ അതിങ്ങനെ പറയുമ്പോൾ കുറച്ച് സ്റ്റൈലായിട്ട് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ജംപ് റിങ്ങും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ 4ാമത്തെ വട്ടക്കണ്ണിയിലോട്ട് നമുക്ക് മുത്തുകൾ കോർക്കാം. അതുകൂടി കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് കോർക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം 6 മുത്താണ് കോർക്കുന്നത്. ഒരു ഭാഗത്ത് 3 അതേപോലെ തന്നെ മറ്റേ ഭാഗത്ത് 3 കോർക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഭംഗിയുള്ള കമ്മൽ റെഡിയാകും. ഓക്കെ, ലാസ്റ്റ് നമ്മൾ 6 മുത്തും കോർത്ത് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മുടെ ഈ ഇയർ ഹുക്ക് ഉണ്ടല്ലോ അത് കോർക്കും. അത് കോർത്ത ശേഷമാണ് ജംപ് റിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഇയർ ഹുക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഇയർ ഹുക്ക് ടൈപ്പ് കമ്മലൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം അതിങ്ങനെ തൂക്കിയിടുമ്പോൾ എനിക്കിങ്ങനെ കാതൊക്കെ കാടിയ ഓട്ട കുറച്ചിങ്ങനെ വലിഞ്ഞിരിക്കും താഴോട്ട്. വെയിറ്റുള്ള കമ്മലൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ താഴോട്ട് വലിഞ്ഞിരിക്കുന്നത് എനിക്കെന്തോ കാണുമ്പോൾ ഇഷ്ടമല്ല. ഈ സ്റ്റഡ് മോഡൽ കമ്മലാണ് എനിക്കിഷ്ടം യൂസ് ചെയ്യാനും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഹുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ ഹുക്ക് ഇടുന്നതിന് മുമ്പായിട്ട് അതിൽ ഈ മുന്തിരിയുടെ ഷേപ്പിലുള്ള ഈ കമ്മലിൻ്റെ ഈ കളറ് മുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഏത് കമ്മലാണോ നിങ്ങൾ ഇടുന്നത് ആ കമ്മലിന് മേച്ചാകുന്ന മുത്ത് കയ്യിലുണ്ടെങ്കിൽ അത് ഈ ഹുക്കിൽ നമുക്ക് ആദ്യം കോർക്കാം. അപ്പോൾ കോർത്ത ശേഷം ഈ ഹുക്ക് ഇടുമ്പോൾ നമ്മുടെ ആ കറക്റ്റ് ഹുക്ക് ഇടുന്ന ആ ഭാഗത്ത് ആ മുത്ത് വന്ന് നിൽക്കും. അപ്പോൾ അത് കാരണം നമ്മുടെ ആ കാതിൽ ഹോളൊന്നും കാണില്ല. കുറച്ചുകൂടി നീറ്റായിട്ട് സ്റ്റഡ് പോലെ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. കമൻസ് സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ട് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് എപ്പോഴും വേണം. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.